മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു കേട്ടോ. അപ്പോഴേ ഞാനിത് രാവിലെ തന്നെ നമ്മുടെ നവമുകുന്ദ ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ കുംഭമേള നടക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ തന്നെ നവമുകുന്ദ ക്ഷേത്രത്തിൽ, ഭാരതപ്പുഴയുടെ തീരത്ത്. അപ്പോൾ ഇനിയും ഒരു 5-6 ദിവസം കൂടി, 6-7 ദിവസം കൂടി നമ്മുടെ കുംഭമേളയുടെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക. കാരണം 12 വർഷത്തിൽ ഒരിക്കലും നടക്കുന്നതാണ് നമ്മുടെ ഈ നീളാതീരത്തെ ഈ കുംഭമേള. കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാവാതെ നിർത്തിവെച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല ജനത്തിരക്ക് ഉണ്ട് കേട്ടോ. പല കേരളത്തിൻ്റെ പുറത്തുനിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാൻ നമുക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് തിരുനാവായ കുറ്റിപ്പുറം. അപ്പോൾ തിരുനാവായ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും നിർത്തില്ല, കുറച്ച് പാസഞ്ചർ ട്രെയിനുകൾ മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ തിരൂരോ കുറ്റിപ്പുറമാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പിന്നെ നമ്മുടെ എയർപോർട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടാണ് ഏറ്റവും അടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ നല്ല പെട്ടെന്ന് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടുതൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്, താൽക്കാലിക പാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ശരിക്കും 7 മണിക്ക് തുറക്കേണ്ടതാണ്, പക്ഷേ ഇന്ന് തുറന്നിട്ടില്ല. പാലത്തിൻ്റെ ചെക്കിങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തുറക്കുള്ളൂന്നാണ്. അപ്പം നമ്മുടെ അക്കരയ്ക്ക് പോകാനുള്ള ആളുകൾ, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആളുകൾ തവനൂർ വഴി വന്നിട്ട് അവിടെ ബ്രഹ്മാവിൻ്റെ ശിവൻ്റെ അമ്പലത്തിലേക്കൊക്കെ പോവുകയായിരിക്കും രാവിലെ വരുന്നവർക്ക് നല്ലത്. എന്നിട്ട് ഇപ്പുറത്തേക്ക് കിടക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.